നമ്മുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും എല്ലാവരോടും നാം തുറന്നു പറയരുത്. കേൾക്കുന്ന എല്ലാവരും നല്ല മനോഭാവം ഉള്ളവർ ആയിരിക്കണമെന്നില്ല. ചിലർ ഒരുപാട് ഉപദേശങ്ങൾ തരും. അതെല്ലാം നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളതാണോ ഇല്ലയോ എന്ന് നാമാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് നിറവേറ്റാൻ കഴിയാത്ത ഒരു കാര്യത്തിലും വാക്ക് കൊടുക്കരുത്. തുറന്നു പറയുക. അല്പനേരം ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ജീവിതകാലം മുഴുവനുള്ള വേദനയായി അത് മാറില്ല. മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കണം. ചേർത്തു പിടിക്കേണ്ട സമയത്ത് ചേർത്തു പിടിക്കണം. സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം. പട്ടിണി കിടന്ന് മരിച്ചവൻ്റെ മുന്നിൽ ഭക്ഷണപ്പൊതി കൊടുത്തതുപോലെയാണ് ആവശ്യം കഴിഞ്ഞ് കിട്ടുന്ന എന്തും. വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. കാരണം അത് കേട്ടയാൾക്ക് പൊറുക്കാൻ മാത്രമേ കഴിയൂ, ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. വളരെ പെട്ടെന്നായിരിക്കും ഒരാളിൽ മാറ്റം വരുന്നത്. അതിന് കണ്ണടച്ച് തുറക്കുന്ന സമയം മാത്രം മതി. ഒരുപാട് മിണ്ടിയിരുന്ന ചിലർ പിന്നെ മിണ്ടാതെയാവും. ഒരു നേരം നമ്മളെ കാണാതിരിക്കുമ്പോൾ സങ്കടപ്പെട്ടിരുന്നവർ നമ്മളെപ്പോലും മറന്നുപോകും. ഒരു വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥയെ അടിസ്ഥാനമാക്കി ആ വ്യക്തിയുടെ ഭാവി വിലയിരുത്തരുത്. കാരണം കറുത്ത കൽക്കരിയെ തിളങ്ങുന്ന വജ്രമാക്കി മാറ്റാൻ സമയത്തിന് ശക്തിയുണ്ട്. ആർക്കു വേണ്ടിയും ആരെയും നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം ഒരാളും മറ്റൊരാൾക്ക് പകരമാവുകയില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീടൊരിക്കലും തിരിച്ചു കിട്ടുകയുമില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം നമ്മൾ ജീവനോളം സ്നേഹിക്കുന്നവർ നമ്മെ മനസ്സിലാക്കാത്തതാണ്. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരാളെക്കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെയും മനസ്സിൽ ഉണ്ടെന്നാണ്. സഹിക്കാൻ പറ്റില്ലെന്ന് കരുതുന്നതെന്തും സഹിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നുണ്ട്. അതാണ് സാഹചര്യം. നമുക്ക് സ്നേഹിക്കാൻ അറിഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ സ്നേഹിക്കാൻ അറിയുന്ന കൈകളിൽ എത്തുമ്പോഴാണ് സ്നേഹമെന്ന വാക്കിന് അർത്ഥമുണ്ടാകുന്നത്. ദേഷ്യത്തെ പേടിക്കേണ്ട, അത് സ്നേഹം കൊണ്ടാണ്. അവഗണനയെ പേടിക്കണം, അത് വെറുപ്പാണ്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പോരായ്മ നമ്മുടെ ആഗ്രഹങ്ങൾക്കോ നമ്മുടെ സ്നേഹത്തിനോ നമ്മുടെ സങ്കടങ്ങൾക്കോ ഒരു വിലയും തരാത്തവരെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. എത്രമാത്രം ഒറ്റപ്പെട്ടു പോയാലും മറ്റൊരാൾക്കും ശല്യമാവാതിരിക്കുക. കാരണം ഒറ്റപ്പെടലിനേക്കാൾ വേദനയാണ് ഒഴിവാക്കലുകൾക്ക്. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാര്യം ഉറക്കമാണ്. അത് ഒരു വ്യക്തിയെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും കുറച്ച് സമയത്തേക്ക് മോചിപ്പിക്കുന്നു. നമ്മൾ പരിചയപ്പെടുന്ന ഓരോ വ്യക്തിയിലും ഓരോ പ്രത്യേകതകളുണ്ടാകും. അത് മനസ്സിലാക്കി പെരുമാറുമ്പോഴാണ് അവരിലെ നന്മയും തിന്മയും തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നത്. എല്ലാ മുന്നേറ്റങ്ങൾക്ക് പിന്നിലും വീഴ്ചകൾ സാധാരണമാണ്. അത്തരം വീഴ്ചകളിൽ നിന്നുള്ള പാഠങ്ങളാണ് മുന്നോട്ട് വീണ്ടും കുതിക്കുവാനുള്ള പ്രചോദനവും ശക്തിയും നൽകുക. ജീവിതത്തിൽ എന്ത് നേടിയാലും സ്നേഹത്തോളം വിലയുള്ള മറ്റൊന്നില്ല. നേടിയതെല്ലാം നഷ്ടപ്പെട്ടാലും ബാക്കിയാവുന്നത് സ്നേഹബന്ധങ്ങൾ മാത്രമായിരിക്കും.